രണ്ടാം LDF സർക്കാർ പ്രകടന പത്രികയിൽ നൽകിയ 900 വാഗ്ദാനങ്ങളിൽ 97% നടപ്പിലാക്കിയെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവകാശപ്പെടുന്നത്. കണ്ണൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സർക്കാരിന്റെ പ്രോഗ്രസ് കാർഡ് മുഖ്യമന്ത്രി അവതരിപ്പിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സർക്കാരിന്റെ പ്രവർത്തനങ്ങളുടെ കണക്ക് അവതരിപ്പിക്കുന്നത് ഉത്തരവാദിത്വമാണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. എന്നാൽ പ്രതിപക്ഷവും BJPയും സർക്കാർ കൊണ്ടുവന്ന പദ്ധതികൾക്ക് എതിരായിരുന്നു എന്ന ആക്ഷേപം പിണറായി വിജയൻ ഉന്നയിച്ചു. അതേസമയം സർക്കാരിന്റെ പ്രോഗ്രസ് കാർഡ് തട്ടിപ്പാണ് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. CPMനെ ശവന്തീനികൾ എന്നും പ്രതിപക്ഷ നേതാവ് ആക്ഷേപിച്ചു. കേൾക്കാം ആ ഇടിവെട്ട് പ്രതികരണം. നാടിൻ്റെ ആവശ്യം അത് മാറ്റിവെച്ചുകൊണ്ട് ഇപ്പം നടപ്പാക്കണ്ട എന്ന നിലപാടാണ്. അതായത് LDF ഗവൺമെൻറ് കീഴിൽ അത്തരമൊരു പദ്ധതി നടപ്പാക്കരുത് എന്നതാണ്. അത് കോൺഗ്രസും UDFും ആ നിലപാടെടുത്തു, BJPയും ആ നിലപാടെടുത്തു. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പൊതുവായ താല്പര്യങ്ങൾക്കെതിരായി ഇവരെല്ലാം നിൽക്കുന്ന കാഴ്ചയാണ് ഓരോ ഘട്ടത്തിലും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ പ്രോഗ്രസ് റിപ്പോർട്ടിൽ മുഴുവൻ നുണയാണ്. വിഴിഞ്ഞം തുറമുഖം അവരാണ് കൊണ്ടുവന്നത്. അതെങ്ങനെയാണ് കൊണ്ടുവന്നത്? ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ മുഴുവൻ അനുമതികളും മേടിച്ച് സ്ഥലം അക്വയർ ചെയ്ത് കല്ലിട്ട് നിർമ്മാണ പ്രവർത്തനം തുടങ്ങി കൗണ്ട് ഡൗൺ ആരംഭിച്ച അന്നത് 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പാണെന്ന് പറഞ്ഞ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറിയാ. ഇപ്പൊ നാണമുണ്ടോ അതിന്റെ ക്രെഡിറ്റ് അവകാശപ്പെടാൻ? അതാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും വ്യക്തമാക്കുന്ന കാര്യങ്ങൾ. മുഖ്യമന്ത്രി ഒരു കാര്യം പറയുന്നു, ഭൂമിയും വീടും ജനങ്ങൾക്ക് തന്റെ സർക്കാരിന്റെ കാലത്ത് ലഭ്യമായി. ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ 5 ലക്ഷം വീടുകളാണ് പൂർത്തിയാക്കിയത്. 4.5 ലക്ഷം കുടുംബങ്ങൾക്ക് പട്ടയം നൽകി. 16 ലക്ഷത്തിലധികം സ്ത്രീകൾക്ക് സാമ്പത്തിക സഹായം നൽകി. സംസ്ഥാനത്തെ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റാൻ നടപടികൾ കൈക്കൊണ്ടു. PSC വഴി 3,13,202 നിയമനങ്ങൾ നടത്തിയെന്ന് മുഖ്യമന്ത്രി പറയുന്നു. 82 ലക്ഷം അപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കി എന്ന് മുഖ്യമന്ത്രി പറയുന്നു. 2,66,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു. പുനർഗേഹം പദ്ധതി വഴി മത്സ്യത്തൊഴിലാളികൾക്ക് വീടുകൾ നൽകി എന്ന് മുഖ്യമന്ത്രി പറയുന്നു. 738 കുടുംബങ്ങൾക്ക് ഫ്ളാറ്റുകൾ ഒരുക്കി. അതിദാരിദ്ര്യമില്ലാത്ത കേരളം അദ്ദേഹം സൃഷ്ടിച്ചു എന്ന് അവകാശപ്പെടുന്നു. അത് ഒരു വലിയ ഭരണ നേട്ടമാണ് എന്ന് മുഖ്യമന്ത്രി എടുത്തു പറയുന്നു. സേവനങ്ങളെല്ലാം സ്മാർട്ടാക്കി. PSCക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി 40 ഉയർത്തി. ഡിഗ്രി വിദ്യാഭ്യാസം വരെ സൗജന്യമാക്കി. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ സംസ്ഥാനത്തിന് വൻ മുന്നേറ്റമാണ് ഉണ്ടായത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വയനാടിൻ്റെ ഗതാഗത പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ആനക്കാംപൊയിൽ മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണം ആരംഭിച്ചു. വിഴിഞ്ഞത്തെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് എന്ന് മുഖ്യമന്ത്രി അവകാശപ്പെടുന്നു. സംസ്ഥാനത്തെ ഇതുപോലെ മുന്നോട്ട് നയിക്കാൻ തനിക്ക് കഴിഞ്ഞു എന്നതാണ് മുഖ്യമന്ത്രിയുടെ അവകാശവാദം. രാജ്യത്ത് ഒരു സംസ്ഥാനത്തിനും ഇത്തരത്തിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുകൂടി മുഖ്യമന്ത്രി പറയുകയാണ്. വീടുകൾ ജപ്തി ചെയ്യപ്പെടുന്നത് ഒഴിവാക്കാൻ, രേഖ കിടപ്പാടം സംരക്ഷിക്കാനൊക്കെയുള്ള നിയമം പാസ്സായിട്ടുണ്ട്. വീട്ടമ്മമാരുടെ അധ്വാനത്തിന് അംഗീകാരമായി പ്രതിമാസം 1000 രൂപ നൽകുന്ന പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. 16 ലക്ഷത്തിലധികം സ്ത്രീകൾക്ക് ഇതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. അതൊക്കെ ഇനിയും വർദ്ധിക്കും എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പക്ഷേ അംഗീകരിക്കാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറായില്ല. അതിനെതിരെയാണ് VD സതീശൻ രംഗത്ത് വന്നത്. നുണകൾ നിറച്ച പ്രോഗ്രസ് റിപ്പോർട്ടാണ് മുഖ്യമന്ത്രി അവതരിപ്പിച്ചത് എന്നായിരുന്നു VD സതീശൻ്റെ ആരോപണം. റവന്യൂ ഭൂമി വിജ്ഞാപനമിറക്കി വനഭൂമിയാക്കി ഡീനോട്ടിഫൈ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അത് പാലിച്ചില്ല. ഏലം കുത്തകപ്പാട്ടം കൊടുക്കുന്നില്ല. ഇടുക്കി ജില്ല മുഴുവൻ വ്യാപകമായി പ്രശ്നങ്ങളാണ് എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. പച്ചക്കള്ളമാണ് പ്രോഗ്രസ് റിപ്പോർട്ടിൽ എഴുതി വച്ചിരിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ആക്ഷേപം. ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിച്ചു എന്നത് നുണയാണ്. ഈ പ്രോഗ്രസ് റിപ്പോർട്ടിൽ പറയുന്നതെല്ലാം നുണ എന്നാണ് പിണറായി വിജയനെതിരെ ആക്ഷേപമായി VD സതീശൻ പറയുന്നത്. വിഴിഞ്ഞം തുറമുഖം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഉള്ളതാണ്. അതിന് അപ്പോഴാണ് അനുമതി വാങ്ങിയത്, തറക്കല്ലിട്ടത്, നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയത്, കൗണ്ട് ഡൗൺ ആരംഭിച്ചത്. ഈ പദ്ധതി 6000 കോടിയുടെ റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പാണ് എന്നായിരുന്നു അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ പറഞ്ഞത് എന്ന് VD സതീശൻ ആക്ഷേപിക്കുകയാണ്. കടൽക്കൊള്ള എന്നാണ് അന്ന് അതിനെ പരിഹസിച്ചത്.
ഇതിൻ്റെ ക്രെഡിറ്റ് ഇപ്പോൾ അവകാശപ്പെടുന്നതിന് നാണമുണ്ടോ എന്നൊക്കെ പ്രതിപക്ഷ നേതാവ് ചോദിക്കുകയാണ്. മറ്റൊന്ന്, ഈ ഗെയിൽ പൈപ്പ് ലൈൻ കൊണ്ടുവന്നപ്പോഴുള്ള സംഭവത്തെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് പറയുന്നു. ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചു വെച്ച ഒരു ബോംബാണത് എന്നാണ് അന്ന് പി രാജീവ് അതിന് വിശേഷിപ്പിച്ചത് എന്ന് പ്രതിപക്ഷ നേതാവ് എടുത്തു പറയുന്നു. ഇതിനേക്കാൾ കള്ളങ്ങൾ നിറച്ച, നുണകൾ നിറച്ച മറ്റൊരു പ്രോഗ്രസ് റിപ്പോർട്ടില്ല എന്ന് അടിവരയിട്ട് പറയുന്നു. ഉന്നത വിദ്യാഭ്യാസ രംഗമെടുത്താൽ നിരവധി സർവകലാശാലകളിൽ വിസിമാരില്ല, കോളേജിൽ ഒന്നും പ്രിൻസിപ്പൽമാരില്ല, കാലാഹരണപ്പെട്ട കോഴ്സുകൾ പഠിക്കാൻ ആളുകളില്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. കാർഷിക മേഖലയിൽ നെല്ല് സംഭരണം പാളി എന്ന് പറയുന്നു. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നെല്ല് സംഭരണം നല്ല രീതിയിൽ നടന്നതായി അദ്ദേഹം ഓർത്തെടുക്കുന്നു. കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയിടിഞ്ഞതും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. പ്രഖ്യാപിച്ച ഒരു പാക്കേജും അവർക്ക് വേണ്ടി നടപ്പിലായില്ല എന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ആക്ഷേപം. കോൺഗ്രസ് അവതരിപ്പിച്ച സർക്കാരിനെതിരെ സമർപ്പിച്ച ഒരു കുറ്റപത്രമുണ്ട്. അത് ജനങ്ങളുടെ കോടതിയിൽ വിചാരണ ചെയ്യപ്പെടും എന്നും അതിൻ്റെ ശിക്ഷ 9-ാം തീയതി ഉണ്ടാകും എന്നും ആണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ഏതായാലും ഇതാണ് ഈ വലിയ ഒരു തർക്കം എന്ന നിലയിൽ ഇന്ന് വന്നിട്ടുള്ളത്. സ്വാഭാവികമായും മുഖ്യമന്ത്രി നാളെ ഇത് സംബന്ധിച്ചുള്ള വിശദീകരണങ്ങൾ നൽകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇനി പ്രചരണത്തിന് അധികം സമയമില്ല. ഇതിനിടയിൽ മറ്റൊരു തർക്കം കൂടി വി.ഡി. സതീശനും BJP നേതാവ് രാജീവ് ചന്ദ്രശേഖറും തമ്മിൽ നടക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖർ ഇന്നൊരു ആരോപണം നടത്തി. ലോകത്തിലെ ഏറ്റവും നാണമില്ലാത്ത പാർട്ടിക്കുള്ള ഗോൾഡ് മെഡൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസിന് നൽകണം എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. അപ്പോൾ രാഷ്ട്രീയത്തിന് വേണ്ടി എന്തും പറയും, എന്തും ചെയ്യുമെന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത് എന്ന് അദ്ദേഹം ആക്ഷേപിക്കുന്നു. രാഹുൽ ഗാന്ധി വന്ന ശേഷം ഒരു കാഴ്ചപ്പാടില്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറി എന്ന് ആരോപിക്കുന്നു. ഉപമുഖ്യമന്ത്രി സ്ഥാനവും 5 മന്ത്രിമാരുമാണ് ലീഗുമായുള്ള കോൺഗ്രസിൻ്റെ ഡീലെന്നും രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തുന്നു. UDF ലീഗിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന് രാജീവ് ചന്ദ്രശേഖരൻ്റെ വാദത്തിന് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ രംഗത്തെത്തി. രാജീവ് സ്വന്തം പാർട്ടിയിലെ കാര്യങ്ങൾ നോക്കട്ടെ എന്നും തങ്ങളെ രാഷ്ട്രീയം പഠിപ്പിക്കാൻ വരേണ്ട എന്നുമായിരുന്നു പ്രതികരണം. ഘടകകക്ഷികളുടെ കാര്യം നോക്കാൻ കോൺഗ്രസിന് അറിയാം, അതിന് രാജീവ് ചന്ദ്രശേഖരൻ്റെ രാഷ്ട്രീയ ഉപദേശം വേണ്ട, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യമെന്ത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വി.ഡി. സതീശൻ ഉന്നയിക്കുന്നു. കേരളത്തിലേക്ക് നൂലിൽ കെട്ടി ഇറക്കിയ ഒരാളല്ലേ ഈ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്നുമാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ചോദ്യം. നോക്കാം പരസ്പരം കൊമ്പുകോർത്ത ആ വാക്കുകൾ. ഈ ലോകത്തിൽ ഏറ്റവും നാണമില്ലാത്തൊരു പാർട്ടി, അതിൻ്റെ ഒരു ഗോൾഡ് മെഡൽ ആർക്കെങ്കിലും ഒരു കോമ്പറ്റീഷൻ ഇല്ലാണ്ട് ഒരു ഡിസർവിംഗ് ആണെങ്കിൽ അത് കോൺഗ്രസ് പാർട്ടിയാണ്. എന്തും പറയും, എന്തും ചെയ്യും. അവര് രാഷ്ട്രത്തിന് വേണ്ടി ഏത് ലെവലിൽ വരും നുണ പറയാൻ അവർ തയ്യാറാണ്. പക്ഷെ രാഹുൽ ഗാന്ധി വന്ന ശേഷം ആ പാർട്ടിയിൽ ഒരു കാഴ്ചപ്പാടുമില്ല. അത് ഞങ്ങളുടെ മുന്നണിയിലെ കാര്യം അയാളാണ് തീരുമാനിക്കുന്നത്. അയാൾ ആരാണ് ഇത് തീരുമാനിക്കുക? അല്ലെ, BJP പ്രസിഡന്റ് എന്ത് കാര്യം? ഇന്നാൾ വരെ കച്ചവടം വരുന്നു. 3 പ്രാവശ്യം രാജ്യസഭാ മെമ്പറായത് ഏത് പാർട്ടിയിൽ നിന്നാന്ന് പോലും ഇയാൾക്ക് അറിയാൻ പാടില്ല. ഈ രാജീവ് ചന്ദ്രശേഖരൻ 3 പ്രാവശ്യം രാജ്യസഭാ മെമ്പറായി. അത് ഏതൊക്കെ പാർട്ടിയിൽ നിന്നാണ്? പല പാർട്ടിയിൽ നിന്നാണ്. ഏതൊക്കെ പാർട്ടിയിൽ നിന്നാണെന്ന് ഇയാൾക്ക് തന്നെ അറിയത്തില്ല. ബിസിനസ്സുകാരനാണ്. അതിന്റെ കഥയൊന്നും ഞാൻ പറയുന്നില്ല. എന്നിട്ട് ആകാശത്ത് നിന്ന് നൂലിൽ കേരളത്തിൽ കെട്ടിയിറക്കിയ ഒരാളെ ഞങ്ങളെ രാഷ്ട്രീയം പഠിപ്പിക്കാൻ വരണ്ട. ഞങ്ങളെ മനസ്സിലായ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ നിന്ന് R. ശ്രീലേഖ ഇറങ്ങിപ്പോയതാണ് മറ്റൊരു പ്രധാന സംഭവം ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ നടന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയിൽ കേന്ദ്രമന്ത്രി S. ജയശങ്കർ പേര് പരാമർശിച്ചില്ല എന്നതായിരുന്നു ശ്രീലേഖയുടെ പരാതി. രാജീവ് ചന്ദ്രശേഖരൻ്റെ പേര് മാത്രമാണ് ജയശങ്കർ പറഞ്ഞത്. ഇതോടെ പ്രകോപിതയായ ശ്രീലേഖ ഇറങ്ങിപ്പോവുകയായിരുന്നു. നേതാക്കൾ ഇടപെട്ടു, പിന്നീട് അനുനയിപ്പിച്ചു, തിരികെ എത്തിക്കുകയൊക്കെ ചെയ്തു. V.V. രാജേഷും രാജീവ് ചന്ദ്രശേഖറും ഒക്കെ ശ്രീലേഖയെ കാണാൻ ചെന്നു. അവരെ ഈ തൻ്റെ അതൃപ്തി ശ്രീലേഖ അറിയിച്ചു എന്നാണ് വിവരം. BJP സംസ്ഥാന ഉപാധ്യക്ഷൻ G. സോമനോടും ശ്രീലേഖ കയർത്തു എന്ന വിവരങ്ങൾ ആണ് പുറത്തു വരുന്നത്. രാജീവ് ചന്ദ്രശേഖരനോടും മേയർ V.V. രാജേഷിനോടും അതൃപ്തി പറയുന്നു എന്ന കാര്യവും വ്യക്തമായിട്ടുണ്ട്. പാർട്ടി വേദികളിൽ ശ്രീലേഖയുടെ പിണക്കം പക്ഷേ ഇത് ആദ്യമല്ല. കോർപ്പറേഷനിൽ BJP മേയർ അധികാരം ഏൽക്കുന്ന ചടങ്ങിൽ നിന്ന് പാതിവഴിയിൽ ഇറങ്ങിപ്പോയ ശ്രീലേഖയെ നമ്മൾ കണ്ടതാണ്. അന്ന് ശ്രീലേഖയ്ക്കായിരുന്നു മേയർ പദവി കിട്ടുക എന്നൊരു വാർത്ത ആദ്യഘട്ടത്തിലൊക്കെ പുറത്തു വന്നിരുന്നു. പിന്നീട് അത് നിഷേധിക്കപ്പെട്ടു എന്ന ഒരു വാദവും ഉണ്ടായിരുന്നു. ഏതായാലും അവർ അന്നത് പ്രകടമാക്കി എന്നതാണ് അതിലെ ശ്രദ്ധേയമായ കാര്യം. അതുപോലെ തന്നെ മേയർ പദവിയിലേക്ക് പരിഗണിക്കാത്തതിലെ ആ പരിഭവം അന്ന് അവർ പുറത്തു പറയുകയും ചെയ്തിരുന്നു.
പ്രധാനമന്ത്രി എത്തിയ ഒരു ചടങ്ങിലും ഇത് വ്യക്തമായിരുന്നു. ചടങ്ങിൻ്റെ ഒരറ്റത്തേക്ക് അവർ മാറി നിന്നത് വിവാദമായി. തിരുവനന്തപുരത്ത് ഇന്ന് ഇപ്പോൾ ഈ സംഭവം നടന്നത് മസ്കറ്റ് ഹോട്ടലിലാണ്. വട്ടിയൂർക്കാവിലെ പ്രമുഖ വ്യക്തികളുമായി വിദേശകാര്യമന്ത്രിയുടെ കൂടിക്കാഴ്ച നടത്തുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടിയിൽ വെച്ചാണ് ശ്രീലേഖ തൻ്റെ അതൃപ്തി പ്രകടമാക്കിയത്, തൻ്റെ പേര് പറയാത്തത് കൊണ്ട് ഇറങ്ങിപ്പോവുകയും ഒക്കെ ചെയ്തത്. ഏതായാലും BJP സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുൻപേ നടക്കുമ്പോൾ, മണിക്കൂറുകൾക്ക് മുൻപേ നടക്കുമ്പോൾ അതവരെ പ്രതികൂലമായി ബാധിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അതൊക്കെ സ്വാഭാവികമാണ് എന്ന് വേണമെങ്കിൽ പറഞ്ഞു നിൽക്കുകയും ചെയ്യാം. ഏതായാലും ദി ഇലക്ഷൻ ചാനൽ വീണ്ടും കുറേ കൂടി വസ്തുതകൾ ആളുകൾക്ക്, പ്രേക്ഷകർക്ക് മുന്നിൽ വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ചെറിയ